കോൺക്രീറ്റ് വീടുകൾ പരിചയപ്പെടുത്തിയ സമയത്ത് അതൊന്ന് ഫിനിഷ് ചെയ്ത് കാണിച്ചു തരുമോ, ചൂടാണ് അല്ലെങ്കിൽ അത് പൂർത്തിയാകുമ്പോൾ കാണാം എന്തെല്ലാം കമന്റുകളല്ലേ. അതിനുള്ള എല്ലാത്തിനുള്ള പരിഹാരമായിട്ടാണ് ഈ വീട് നമ്മൾ ഇന്ന് കാണിക്കാൻ വന്നിരിക്കുന്നത്. ഇത് കണ്ട ഇനി കോൺക്രീറ്റ് വീടാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, കാരണം എല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഒരു മോഡേൺ ലുക്കിൽ മോഡേൺ കണ്ടംപററി സ്റ്റൈലിൽ ചെയ്ത കോൺക്രീറ്റ് വീട്. ഇതിന്റെ ചുമരുകളുടെ തിക്നെസ് അല്ലേ 4 ഇഞ്ചിലാണ് പണിതിട്ടുള്ളത്. ഇതിലെല്ലാം മെറ്റൽ വിൻഡോകൾ കൊടുത്തു അടിപൊളിയാക്കിയ വീട്. ഈ കാണുന്ന ഇടം നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഇതൊക്കെ മെറ്റലിലാണെങ്കിൽ കൂടി ഇതിന് താഴെ വരുന്ന പോണ്ട്, മീനുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെല്ലാം കോൺക്രീറ്റ് കൊണ്ടുള്ള ഒരു പൂളായിട്ട് നിർമ്മിച്ചതാണ്. ഇതുപോലെ മെറ്റലില് വിൻഡോ ഉൾപ്പെടെയാണ് ഈ കോൺക്രീറ്റ് വീടുകൾ ഇവർ ചെയ്തു കൊടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ഈ വീടിന്റെ വർക്ക് നടക്കുന്ന വീഡിയോ നമ്മൾ കണ്ടിരുന്നു. അത് കണ്ടപ്പോ അന്ന് എനിക്ക് പോലും ഒരു ധാരണ ഇത് ഇങ്ങനെ ആവുമെന്ന്. അത് ഒരിക്കലും ഇല്ല. ഈ അടുത്ത റൂമിൽ നിങ്ങൾക്ക് വേണം ടെസ്റ്റ് ചെയ്യാൻ കയറി തണുപ്പാണ്. ഇല്ല എ സി ഇല്ല. അത് തന്നെ ബഡ്ജറ്റ് ആണ്. അതിനകത്ത് ഡൗട്ടൊന്നും വേണ്ട. അത് ഈ ആൾക്കാർ പിന്നെ വീട് കാണാൻ വരുന്നവരെ ഞാൻ ആ റൂമിൽ കയറ്റാറുണ്ട്. നിങ്ങൾ ഇതിനകത്ത് ടെസ്റ്റ് ചെയ്യുക തണുപ്പാണോ ചൂടാണെന്നുള്ളത്. സാധാരണ കോൺട്രാക്ടറുമായിട്ട് ലാസ്റ്റിൽ അടിച്ച് പിരിയാറാണ് എല്ലായിടത്തും. പുള്ളി മാത്രമേ ഉള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഇവിടെ ഒന്ന് താമസിക്കുന്നു. ഡെയിലി ഈ റൂട്ടിൽ കൂടെ പോയാൽ പുള്ളി ഇവിടെ വന്നാണ് താമസിക്കുന്നത്. ഇതൊന്നും ഡെഫിനില്ല. നോർമൽ ഗ്ലാസ് കാണുമ്പോൾ ലക്ഷറി വീടാ തോന്നും. ഇത് ടഫനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷറി ആയിട്ട് മാറും. ഇതിന്റെ എല്ലാം കൂടി ചേർത്താണ് 3000 രൂപ. നമുക്കൊന്നും അറിയണ്ട, അവരൊന്ന് പിടിപ്പിച്ചിട്ട് പോകോളും. അതൊരു 34 ലക്ഷം രൂപ കൊടുത്തു. ഈ 3000 സ്ക്വയർ ഫീറ്റ് 34 ലക്ഷം രൂപയ്ക്ക് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇതേപോലത്തെ ഒരു കട്ടിൽ ഇന്ന് ഇവിടെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റൂം ചെലവാക്കേണ്ട പൈസ ഈ ഒരു കട്ടിലാണ് തരും. ഹായ് ഫ്രണ്ട്സ്, കോൺക്രീറ്റ് വീടുകൾ പരിചയപ്പെടുത്തിയ സമയത്ത് അതൊന്ന് ഫിനിഷ് ചെയ്ത് കാണിച്ചു തരും. ഒരു അടിപൊളി കോൺക്രീറ്റ് വീടാണെങ്കിൽ അതൊരു വീട് പോലെ വേണമെന്നല്ല നിങ്ങൾ പറഞ്ഞത്. ഒരു വീട് പോലെ എന്നല്ല, ഒരു അടിപൊളി പാലസ് പോലെ മോഡേൺ ആയിട്ട് നിർമ്മിച്ച വീടാണ് ഇന്ന് കാണിക്കാൻ വന്നിരിക്കുന്നത്. മുമ്പ് നമ്മൾ കാണിച്ച വീട് തന്നെയാണ്, വർക്ക് സ്റ്റേജിൽ കാണിച്ചതുകൊണ്ട് അത് കോൺക്രീറ്റ് അല്ലേ, അത് അങ്ങനെ ആകുമോ, ഒരുപാട് കൺഫ്യൂഷൻ, ഒരുപാട് ടെൻഷൻ. ചൂടാണ് അല്ലെങ്കിൽ അത് പൂർത്തിയാകുമ്പോൾ കാണാം എന്തെല്ലാം കമന്റുകളല്ലേ. അതിനുള്ള എല്ലാത്തിനുള്ള പരിഹാരമായിട്ടാണ് ഈ വീട് നമ്മൾ ഇന്ന് കാണിക്കാൻ വന്നിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് കോട്ടയത്ത് അടിപൊളിയായിട്ട് ചെയ്ത കോൺക്രീറ്റ് വീട് കാണിക്കാൻ, ആ വീട്ടുകാരെ ഒന്ന് കാണാനും അഭിപ്രായം തേടാനാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ കാണുന്ന വീട് കണ്ടില്ലേ, ഇത് കണ്ട ഇനി കോൺക്രീറ്റ് വീടാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, കാരണം എല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ ചുമരുകളുടെ തിക്നെസ് അല്ലേ 4 ഇഞ്ചിലാണ് പണിതിട്ടുള്ളത്. ഇതിലെല്ലാം മെറ്റൽ വിൻഡോകൾ കൊടുത്തു അടിപൊളിയാക്കിയ വീട്. ഒരു മോഡേൺ ലുക്കിൽ മോഡേൺ കണ്ടംപററി സ്റ്റൈലിൽ ചെയ്ത കോൺക്രീറ്റ് വീട്. വലിയ വിൻഡോകളെല്ലാം, വിൻഡോക്കും അപ്പുറം എന്താ ഓക്കെ, ഇവിടെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഇരിപ്പിടം, അല്ലെങ്കിൽ ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ, നല്ല മീനുകൾക്കൊക്കെ തീറ്റ കൊടുത്തുകൊണ്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ഇടം. താഴേക്ക് നോക്ക്, ഗ്ലാസ് ആട്ടോ കൊടുത്തിരിക്കുന്നത്. അടിപൊളിയല്ലേ? കോൺക്രീറ്റ് വീട് കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ ഇല്ലാതെ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഒന്ന് നോക്കിയാൽ എന്താല്ലേ കാഴ്ച. ഈ കാണുന്ന ഇടം നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഇതൊക്കെ മെറ്റലിലാണെങ്കിൽ കൂടി ഇതിന് താഴെ വരുന്ന പോണ്ട്, മീനുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെല്ലാം കോൺക്രീറ്റ് കൊണ്ടുള്ള ഒരു പൂളായിട്ട് നിർമ്മിച്ചതാണ്. അതിൻ്റെ മേലെയാണ് ഈ വാച്ച് ടവർ പോലെ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോൺക്രീറ്റ് വീട് കൊണ്ട് നടക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് തെളിയിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ കോട്ടയത്ത് വന്നത് കാണിക്കുന്നത്. ഈ വീടിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് ഓരോ ഏരിയയും കോൺക്രീറ്റ് ആണ്, അത് ഇന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അന്ന് വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്ന് കാണാൻ പറ്റും, ഇത് കോൺക്രീറ്റ് ആണ്, ഇത് കോൺക്രീറ്റ് ആണ് എന്നൊക്കെ. പക്ഷെ ഇപ്പോൾ പറയുമ്പോൾ നമുക്കിത് കോൺക്രീറ്റ് കാണുന്നില്ലല്ലോ, അപ്പോൾ അതൊരു ടെൻഷനല്ലേ. ഇനി ഈ വീടിൽ നിങ്ങൾ നോക്കിയാൽ കോൺക്രീറ്റിൽ ഒന്നും കാണാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഇത് കോൺക്രീറ്റ് ആണെന്ന്, നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ലല്ലോ. ഇത് കോൺക്രീറ്റ് ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? ഇല്ലല്ലോ. ഇതൊന്നും നിങ്ങൾക്ക് ഇനി കോൺക്രീറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ വർക്ക് സ്റ്റേജിൽ നമ്മൾ വീഡിയോ ഇട്ടിരുന്നത്. ഇവിടെ കണ്ടില്ലേ, കാർ പോർച്ചിൻ്റെ മേലെ അന്ന് ഒരു ബെഡ്റൂമിൻ്റെ വർക്ക് നമ്മൾ കാണിച്ചിരുന്നു. ഈ വർക്ക് ഇതാ ഫിനിഷായി, വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞു, വീട് അടിപൊളിയായി. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം, ഇതിന് ചൂടുണ്ടോ, തണുപ്പുണ്ടോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ അല്ലേ. അതൊക്കെ നമുക്ക് വീട്ടുകാരോട് നേരിട്ട് ചോദിച്ചാൽ അങ്ങ് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇതൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഈ ഒരു കാർ പോർച്ച് കണ്ടില്ലേ, ഇത്രയും വലിയ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിൽ അവർ ചെയ്തിട്ടുള്ളത്. ഈ വർക്ക് മുഴുവൻ ചെയ്തത് ലൈന കൺസ്ട്രക്ഷൻ ആണ്, അവരുടെ വർക്കുകളാണ് നമ്മൾ കോൺക്രീറ്റ് വീടുകളായിട്ട് കാണിച്ചിരുന്നത്. അപ്പോഴല്ലേ നിങ്ങൾക്ക് ഈ സംശയമൊക്കെ വന്നത്. ഈ വലിയ വിൻഡോ കണ്ടില്ലേ, എത്ര ഹൈറ്റ് ഉണ്ടോ നോക്കി.
ഇതുപോലെ മെറ്റലിൽ വിൻഡോ ഉൾപ്പെടെയാണ് ഈ കോൺക്രീറ്റ് വീടുകൾ ഇവർ ചെയ്തു കൊടുക്കുന്നത്. ഇതിനകത്തുള്ള വയറിംഗ് ആണെങ്കിലും പ്ലംബിംഗ് ആണെങ്കിലും അതുപോലെ ബാത്റൂമിന് വേണ്ട പ്രൊവിഷൻസ് ആണെങ്കിലും ഒക്കെ അതിൻ്റെ കൂടെ തന്നെ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഫുൾ ഫിനിഷ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് ഡയറക്റ്റ് ചോദിച്ച് നോക്കാനുള്ള നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുമുണ്ട്. ഈ കാണുന്ന വിൻഡോ മാത്രമല്ല ഡോർ ഏരിയ ഉണ്ടല്ലേ, ഇങ്ങനെയാണ് ഈ വീട്ടിലേക്ക് കയറുന്നത്. ഇതിലേക്ക് വരുന്ന എല്ലാ ചുമരുകളും ബാത്റൂം കിച്ചൺ എല്ലാം കോൺക്രീറ്റിലാണ്. വിശാലമായിട്ടുള്ള ഈ ഒരു ഹാളിലേക്ക് കയറുമ്പോൾ നല്ല ഫർണിച്ചറൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയെങ്കിലും എല്ലാം കോൺക്രീറ്റിലാണ് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഈ ഒരു വീട് എങ്ങനെ ഉണ്ടായിരുന്നതാ. അത്രയും ഭംഗിയായിട്ടുണ്ട്. നമ്മളെ കത്തുതാ ഒരുപാട് ആൾക്കാരിവിടെ ഉണ്ട്, വീട്ടുകാരുണ്ട്, വീട് നിർമ്മിച്ച ആൾക്കാരുണ്ട്. നമുക്ക് ഓരോ കാര്യങ്ങൾ ഇവരോട് ചോദിച്ചറിയണം. ഇങ്ങനെ ഒരു വീട് പണിയുമ്പോൾ ഇതുപോലെ ഇരിക്കുന്ന വല്ല ധാരണ ഉണ്ടായിരുന്നോ? അതില്ല, എന്നാലും ഒരു ചെറിയ ഐഡിയ ഉണ്ടായിരുന്നു ഇത് വരുമെന്ന്. ആഹാ, എങ്ങനെയാണ് ഈ ഒരു കോൺക്രീറ്റ് വീടിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻറ്റിൽ എത്തിയത്? അത് ഞാൻ ആക്ച്വലി വീട് പണിയുന്നതിന് മുമ്പ് നെറ്റ് സെർച്ച് ചെയ്തപ്പം നിങ്ങളുടെ വീട് തന്നെയാണ് ആദ്യം കണ്ട നിങ്ങളുടെ വീഡിയോ. 2 വീഡിയോ ഉണ്ടായിരുന്നല്ലോ, അത് കണ്ടു. അത് കഴിഞ്ഞപ്പോൾ നേരത്തിൽ ഞാൻ സ്ട്രേറ്റ് വിളിച്ചവരെ അന്നേരം ബുക്ക് അന്നേരം ബാക്ക്ഗ്രൗണ്ടിൽ ഈ വീടിന്റെ വർക്ക് നടക്കുന്ന വീഡിയോ നമ്മൾ കണ്ടിരുന്നു. അത് കണ്ടപ്പോ അന്ന് എനിക്ക് പോലും ഒരു ധാരണ ഇങ്ങനെ ആവുന്നു. അപ്പൊ നല്ലൊരു ദീർഘവീക്ഷണം എനിക്കുണ്ടായിരുന്നു, ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ മനസ്സിലുള്ള ഐഡിയ ആണ് ഞാൻ എക്സിക്യൂട്ടീവ് ചെയ്തത്. പുള്ളിയോട് ഞാൻ പറഞ്ഞപ്പം സാധാരണ ആൾക്കാരോട് കോൺട്രാക്ടറോട് നമ്മൾ ഒരു വീട്ടുകാരൻ സംസാരിക്കുമ്പം ഒരു ഐഡിയ പറഞ്ഞാൽ അത് പറ്റുകയില്ല എന്ന് പറയുള്ളൂ. ഈ മനോജ് മാത്രമേ ഉള്ളൂ ഓക്കെ അത് നടക്കും. 14 അടി വീതി, ഓക്കെ 14 അടി വീതി. ഞാൻ പറഞ്ഞ ചെറിയ മാറ്റങ്ങളൊക്കെ പുള്ളി വരുത്തിയ, പക്ഷെ അത് പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് മാറ്റിയത്. എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പുള്ളി അത് അമൻഡ് ചെയ്തത് കീഴാക്കി തന്നു. ഈ ഒരു ഹാൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്ലാസുകൾ കൊടുത്തു. മാക്സിമം ലൈറ്റ് ഇതിനകത്തേക്ക് ഉണ്ട്. മാക്സിമം ലൈറ്റ് ഇല്ല, ലൈറ്റിന്റെ ആവശ്യമില്ല. അതെ, എൻ്റെ സജഷൻ. അവര് ഹൈറ്റ് കൂട്ടുകയെന്ന് വെച്ചാൽ ചൂട് കുറയ്ക്കാൻ വേണ്ടി. കോൺക്രീറ്റ് വീടായാൽ ചൂട് കൂടുന്നു പലരും പറയുന്നുണ്ട്. അത് ഒരിക്കലും ഇല്ല. ഈ അടുത്ത റൂമിൽ നിങ്ങൾക്ക് വേണം ടെസ്റ്റ് ചെയ്യാൻ കയറി തണുപ്പാണ്. ഇല്ല, എ സി ഇല്ല. അത് ഈ ആൾക്കാർ പിന്നെ വീട് കാണാൻ വരുന്നവരെയും ഞാൻ ആ റൂമിൽ കയറ്റാറുണ്ട്. നിങ്ങൾ ഇതിനകത്ത് ടെസ്റ്റ് ചെയ്യുക തണുപ്പാണോ ചൂടാണെന്നുള്ളത്. ജിപ്സം അകത്തോട്ട്. ഇത് വൈഫ്, എൻ്റെ മോന്. ഇത് വൈഫിൻ്റെ ചേച്ചിയാണ്. പഠിപ്പിക്കാൻ വേണ്ടി സെൻറ് ജോൺസ് പഠിക്കാൻ വേണ്ടി. ഇവരെ പിന്നെ പറയണില്ല, ഇത് ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ തന്നെയാണ്. അത് അല്ല, അത് പറയാം, അത് കുഴപ്പമില്ല. പുള്ളിക്ക് അങ്ങനെ ഉറപ്പായിട്ട് പറയാൻ എന്നെ പറ്റി. അത് അല്ല എന്തെങ്കിലും തെറ്റ് പറയുമോ അങ്ങനെ ഒരു പേടിയില്ല പുള്ളിക്ക്. കാരണം അങ്ങനെ തെറ്റായിട്ട് നമ്മളൊന്നും സംഭവിച്ചില്ല. ഇപ്പോഴും പുള്ളി സന്തോഷത്തോട് വന്ന് താമസിച്ച് പോകുന്നൊരു വീടാണ്. സാധാരണ കോൺട്രാക്ടറായിട്ട് ലാസ്റ്റിൽ അടിച്ച് പിരിയാറാണ് എല്ലായിടത്തും. പുള്ളി മാത്രമേ ഉള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഇവിടെ ഒന്ന് താമസിക്കുന്നു. ഡെയിലി ഈ റൂട്ടിൽ കൂടെ പോയാൽ പുള്ളി ഇവിടെ വന്നാണ് താമസിക്കുന്നത്. ആ ഫ്രീഡം ഉണ്ട്, അത് എൻജോയ് ചെയ്യുന്നുണ്ട് പുള്ളി. അതിന് വേറെ കാരണങ്ങളുണ്ട്. എയർഫോഴ്സിലാണ്, അവിടുന്ന് എയർഫോഴ്സിലായിരുന്നു. റിട്ടയർ ആവുമ്പോൾ ഡയറക്റ്റ് വീട്ടിലേക്ക് വരണമെന്നാണ് ഉദ്ദേശിച്ചത്. അതെ, അതുപോലെ തന്നെ ചെയ്തു. അത്രയും ഒരു ബന്ധമായില്ലേ? ബന്ധമാണ്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് കണ്ടവനം പുള്ളി ഫ്രീ ആയിട്ട് ഞാൻ ഓപ്പണായിട്ട് പുള്ളിക്ക് വിട്ടുകൊടുത്തു വീട്. ഞാൻ ഒരിക്കൽ പ്ലാൻ കൊടുത്തു, തീർന്നു. അതിന് പുള്ളി എനിക്ക് പണിയായത്. ഇത്രയും വലിയ വീട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് പലർക്കും ഉണ്ടാവില്ല. എനിക്കുണ്ടായിരുന്നു. അവർക്കായിരുന്നു ഇല്ലായിരുന്നേ. ആദ്യമായിട്ടാണ് ഈ ഏറ്റവും വലിയ വീട് പണിയുന്നവരെ ആദ്യമായിട്ടാണ് അവർ പണിയുന്നത്. അപ്പോൾ അവരായിരുന്നു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നത്. പക്ഷെ എനിക്കുണ്ടായിരുന്നു. ഞാൻ എവിടെ കിച്ചണിലെ കുറച്ച് കാര്യങ്ങൾ ചേച്ചിയോട് ചോദിച്ചു മനസ്സിലാക്കി. അത് സാധ്യമാണെന്നാണ് തെളിയിച്ചല്ലേ? വീട് ഉണ്ടാക്കുമ്പോ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്കും ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. അതെ, പക്ഷെ പുള്ളിക്കാരന്റെ ധാരണയുണ്ടായിരുന്നു ആവുമെന്ന്. എനിക്ക് അങ്ങനെ യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. ഇതിനകത്ത് വരുമ്പോ ഇതെല്ലാം കോൺക്രീറ്റ്, ഈ ചുമര് കോൺക്രീറ്റ്, ഇതെല്ലാം കോൺക്രീറ്റ്. ഇതിന് വരുമ്പോ സാധാരണ ഒരു കിച്ചൺ ആകുമോ, മോഡേൺ ആകുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലേ? ടെൻഷൻ എനിക്കില്ല. എല്ലാം ഞാൻ ചോദിക്കാൻ കാരണം പല ഏരിയകളിൽ താമസിച്ചിട്ടാണ് ഇവിടെ ഇന്ത്യയിൽ എവിടെയൊക്കെ താമസിച്ചു?
കുറെ പഞ്ചാബ് ഉണ്ടായിരുന്നു, രാജസ്ഥാൻ ഉണ്ടായിരുന്നു, ഗുജറാത്ത് ഉണ്ടായിരുന്നു, മഹാരാഷ്ട്രയുണ്ട്, ട്രിവാൻഡ്രം. അതായത് എല്ലായിടത്തെ കൾച്ചറും അറിയാം, എല്ലായിടത്തെ സ്റ്റൈലും അറിയാം. നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അത് സിമ്പിൾ ആയിട്ട് മതി എന്നുള്ള ഒരു ധാരണ. ഇപ്പൊ അതിന്റെ ഷെൽഫുകളെല്ലാം അതിനുശേഷം നിങ്ങൾ പണിതായിരിക്കും അല്ലേ? അല്ല, ഇത് അന്ന് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്തുണ്ടായിരുന്നു. മുന്നേ ഇതെല്ലാം അല്ല, ഫുൾ സെറ്റ്. ഇന്റീരിയറിന്റെ ഒരു പ്ലാനിങ് നിങ്ങൾക്ക് ആദ്യം തന്നെ സാറിനൊരു ഐഡിയ ഉണ്ടായിരുന്നു, നമ്മളോട് പറഞ്ഞു, അതിനനുസരിച്ച് പോയിന്റ്സ് എല്ലാം ഇതിനകത്ത് കോൺക്രീറ്റ് ഈ സ്ലാബ് പലരും കോൺക്രീറ്റ് കൊടുക്കരുതെന്ന് പറഞ്ഞു. ഇതിനകത്ത് കോൺക്രീറ്റ് ഉണ്ടോ? ഇല്ല, ഇതിനകത്ത് ഫെറോ സിമെന്റ്. ഫെറോ സിമെന്റ് ക്യാബിനറ്റ് കൊടുത്ത് ഇതിന് നാനോവൈറ്റ് 4K കൗണ്ടറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ എല്ലാ കാര്യങ്ങളും ഒരു ഗ്രേ സ്കീമിലാണ് ചെയ്തിട്ടുള്ളത്. ലൈറ്റ് മൊത്തം അടിപൊളിയായിട്ടാ. ഈ ലൈറ്റിലൊക്കെ വന്നപ്പോ ഈ ഏരിയ, ഈ ഒരു കിച്ചൺ കാണുമ്പോ ഇനി ആരും പറയില്ല ഇതൊരു കോൺക്രീറ്റ് വീട്ടിലെ കിച്ചൺ ആണ്. സ്റ്റെയറിലുണ്ട് കുറച്ച് സ്റ്റെയർ ഒരു വെറൈറ്റി ആയിട്ടാണ്. അതായത് ഈ സാധാരണ ഒരു ഹൈറ്റിൽ ഇങ്ങോട്ട് വരുമ്പോ കോൺക്രീറ്റിൽ തന്നെയാണ് ഈ സ്റ്റെയർ. പക്ഷെ ആ ഭാഗത്തുനിന്ന് നോക്കുമ്പോ അത് വേറൊരു സ്റ്റൈലാണ് അല്ലേ? നമ്മളെ ഈ വുഡൻ സ്റ്റെയർ ഒക്കെ ചെയ്യുന്ന രീതിയിൽ. അത് മുഴുവൻ ക്രെഡിറ്റ് ഞങ്ങൾ മനോജിനെ കൊടുക്കുന്നത്. അവിടെ ഒരാളും കൂടെ ഉണ്ട്. അത് മൊത്തം ഈ വീട്ടില് ഫസ്റ്റ് ഫ്ലോറിലെ റൂമാണ്, ഒരു റൂം മാത്രം. ഇവിടെ ഒരു സംശയം ആൾക്കാർക്ക് ഉണ്ടാവുന്നത്, ഇതുപോലെ ലൈറ്റുകളൊക്കെ കൊടുക്കണമെങ്കിൽ ഇതിനകത്ത് ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ ജിപ്സം. അത് അവിടെ ലൈറ്റ് വരുന്ന ഉണ്ട്. കാരണം വെച്ചാൽ ഈ ഇതില് ബീം വരുന്നുണ്ട് ഇവിടെ. ആ ബീമിനെ മറയ്ക്കാൻ വേണ്ടിയാണ് ഇത് കൊടുത്തത്. ഇതുപോലെ ഡബിൾ ഹൈറ്റ് വരുമ്പോ അതൊരു പ്രശ്നമില്ല. ഇല്ല. ഫസ്റ്റ് ഫ്ലോറിലെ റൂം ഒന്ന് ഞാൻ കാണട്ടെ. ഫസ്റ്റ് ഫ്ലോറിലെ റൂമിലേക്ക് പോയപ്പോ നല്ല ഹാൻഡ് റൈറ്റ് ഫുൾ ടൈറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തു. സെക്യൂരിറ്റി കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ അവിടെ ലൈറ്റ് ഒക്കെ കൊടുത്തപ്പോ ഈ സ്റ്റെയർ ഭംഗിയായിട്ടുണ്ട്. നമ്മളത് ആ ഒരു സ്ട്രക്ചർ പണിയുന്ന ടൈമിൽ ഇങ്ങനെ ഒരു ഏരിയ ഒന്നും തോന്നില്ല. ഇവിടെ നമ്മള് നേരെ ഓപ്പോസിറ്റിലേക്ക് നോക്കുമ്പോ ഒരു മാക്സിമം ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിട്ട് ചെയ്താലേ ഈ ഒരു ടോപ്പിൽ ഗ്ലാസ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടുണ്ട്. പകൽ സമയത്ത് ഇവിടെ ലൈറ്റ് വേണ്ട. അതിപ്പോ ഫുള്ള് ജനലാണ്. നമ്മൾ കട്ട മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോന്ന് അറിയില്ല. നമ്മളെ പണ്ടത്തെ വീഡിയോയിൽ ഉണ്ടായിരിക്കും. കട്ട മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ കിട്ടിയില്ല. ഇതുപോലുള്ള ഒരു വിൻഡോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വീട് അടിപൊളി വിൻഡോ ഭംഗി നമുക്ക് കിട്ടും. നമ്മൾ ഇത്ര ഈ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. വെന്റിലേഷൻ മാത്രം ഈ രണ്ട് സൈഡിൽ ഈ മിഡിൽ പോർഷൻ മാത്രമേ ഉള്ളൂ തുറക്കാൻ പറ്റും. ബാക്കി എല്ലാം ഫിക്സഡ് ഗ്ലാസ് ആണ്. ഓക്കെ, ഇതൊക്കെ സാറിന്റെ ധൈര്യം. ഇതൊന്നും ടഫ് ആൻഡ് ഗ്ലാസ് അല്ല. ഇതൊന്നും ടഫ് ഇല്ല, ഒക്കെ നോർമൽ ഗ്ലാസ് ആണ്. കാണുമ്പോ ലക്ഷറി വീടാ തോന്നും. ഇത് ടഫ് ആൻഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷറി ആയിട്ട് മാറും. ഏറ്റവും കൂടുതൽ വേണ്ടത് സേഫ്റ്റിയാണ്. ഇങ്ങനെ ഉണ്ടാക്കി ഈ വീട് ഉണ്ടാക്കുന്ന ടൈമില് പലരും കമന്റിൽ പറയുന്നത് പൈസ ഇറക്കിയിട്ടുള്ള കളിയാണ് എന്നൊക്കെ പറഞ്ഞു. അത് ലാസ്റ്റ് നിങ്ങൾ സാറിനോട് ഈ വീടിന്റെ ബഡ്ജറ്റ് എന്നുള്ളത് അല്ലെ? നമ്മൾ ഇപ്പൊ ഈ വീടിന്റെ ഉള്ളത് ഇത്രയും ഇത് കണ്ടതിന് ശേഷം ബാക്കിയുള്ള ഇന്ത്യയിലെ ഇതിലൊക്കെ മുകളിലത്തെ ബാത്റൂം നോക്കിയാൽ ഗസ്റ്റ് ബാത്റൂമാണ്. പക്ഷെ അതെല്ലാം ഫുൾ കവർ ചെയ്ത് അതെല്ലാം കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തോ. എല്ലാം കോൺക്രീറ്റ്. എല്ലാം കോൺക്രീറ്റിലാണ്. ഇപ്പൊ ലക്ഷറി എന്ന് പറയുമ്പോ നിങ്ങൾ ഈ ഡോറ് നോക്കി നോക്കും. ഇതൊക്കെ നോർമൽ ഡോറാണ്. പക്ഷെ ഈ വീടിന്റെ ഈ ഒരു തീമിൽ വരുമ്പോ വൈറ്റ് ചുമര് ബ്ലാക്ക് ഡോർ ഫ്രെയിം അതിന് മാച്ച് ആയിട്ടുള്ളത്. ഇതിന് സാറിനോട് വില വെച്ച് നോക്കും. നിസാര വിലയുള്ള ഡോർ കാണുമ്പോ ലക്ഷറി എന്ന് പറയും. പക്ഷെ ഇത് തന്നെ ഇപ്പൊ എനിക്ക് താഴെ റൂം കാണണോട്ടോ. എല്ലാ റൂമും കാണും. എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു ഏരിയ ഏറ്റവും കൂടുതൽ ലൈറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്. സൺലൈറ്റിന് അനുസരിച്ച് വേണം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ. സാറേ ഇവരെ ഇതിന്റെ ഒരു കാര്യം റേറ്റിന്റെ കാര്യം പറഞ്ഞു. ഇത് പലരും കമന്റിലൂടെ പറഞ്ഞിരുന്നു ഭയങ്കര പൈസയുടെ കുണ്ടളിപ്പാണെന്നൊക്കെ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തോ? അത് തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അതിനകത്ത് ഡൗട്ടൊന്നും വേണ്ട. കാരണം ഒന്നാമത്തെ കാര്യം എനിക്കൊന്നും അറിയണ്ടായിരുന്നു. അവരെന്നെ ചെയ്തോളൂ. അവർ മൊത്തം ചെയ്തു. എന്നിട്ട് ഇത് ക്ലീൻ ആക്കിയിട്ട് പുള്ളി പോയി. ഇതിനകത്തൊരു ചെറിയ കമ്പി പോലും എനിക്കിപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. അതുപോലും പുള്ളി തൂത്തുപറക്കൊണ്ട് പോയി. അതായത് നല്ല വൃത്തിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വീട് ഹാൻഡ് ഓവർ ചെയ്തത്. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. നമുക്ക് അതിനിടയ്ക്ക് അല്ലെങ്കിൽ സാധാരണ കോൺക്രീറ്റ് ആണി കൊണ്ടോ അത് കൊണ്ടോ ഇത് കൊണ്ടോ അങ്ങനെ പല സാധനങ്ങളും പണി തരും. ഇത് അങ്ങനെ യാതൊരു പണിയും. വീട് കാണുമ്പോൾ ലക്ഷറി ആയിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ ഈ ഹാളിൽ തന്നെ നോക്കിയപ്പോൾ ചെറിയ 2 പോർഷൻ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇന്ത്യയിൽ ജിപ്സം ചെയ്തിട്ട്. ആ 2 ഇതിന് മാത്രം. സാധാരണ വീടുകളിലൊക്കെ സാറിനും താല്പര്യമില്ല, എനിക്കും താല്പര്യമില്ല. നമ്മളിപ്പോൾ അത് ചെയ്യാൻ പറഞ്ഞാൽ തന്നെ
അവിടെ 2 ബീം ഉള്ളതുകൊണ്ട് ആ ബീം ഉള്ളതുകൊണ്ട് അത് കവർ Cover ചെയ്യാൻ ചെയ്തതാണ്. നേരെ മറിച്ച് ബീം കൊടുത്താൽ നമ്മളത് കാണിക്കുകയും ചെയ്യും. ഇവിടെ സീലിംഗിൽ നോക്കി പ്ലസ് ബീം കൊടുത്തു. പ്ലസ് ബീം നമ്മൾ ഇന്റീരിയർ ഡിസൈൻ ആക്കിയിട്ട് മാറ്റിയാണ് ചെയ്തത്. അതെ. പിന്നെ ഇതിൽ ഓരോ എലമെന്റ് ഇപ്പൊ പറഞ്ഞില്ലേ, ഇതിനൊക്കെയാണ് സാറിനോട് വില ചോദിക്കണം. ഇതൊക്കെ സാറ് പോയി സെലക്ട് ചെയ്തിട്ട് ഈ ഡോറിന്റെ പ്രൈസ് സാറാ പറയേണ്ടത്. അപ്പൊ ലക്ഷറി എത്ര വീട്ടില് രൂപ ഉണ്ടാവും ഏകദേശം ഈ ഡോറിന്? ഇതിന് 3000 രൂപ 3000 രൂപയുള്ളൂ അല്ലേ? കേട്ടില്ലേ? നമുക്ക് ഈ കട്ടില് അതിന്റെ കൂടെ തന്നെ അവർ വെച്ചതാണ്. അത് വെച്ചാ വെച്ചതാണ്. ഇതിന്റെ എല്ലാം കൂടി ചേർത്താണ് 3000 രൂപ. 3000 രൂപ വരുന്നു അല്ലേ? നമുക്കൊന്നും അറിയണ്ട, അവരൊന്ന് പിടിപ്പിച്ചിട്ട് പോകോളൂ. ഓക്കെ, എന്നാ റൂമിനകത്തൊന്ന് കയറി നോക്കാം. നല്ല വിശാലമായിട്ട് റൂം. എത്ര സൈസ് കൊടുത്തിരുന്ന റൂമിന്? ഇത് 16 16 16 ഉണ്ട്. പിന്നെ നമ്മളെ ബാത്റൂമിന്റെ സ്പേസ് ഇതൊക്കെ എല്ലാം കബോർഡ് ചെയ്ത് കവർ ചെയ്തിട്ടുണ്ട്. ഒരു വലിയ ഗ്രാൻഡ് റൂമാണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. രണ്ട് സൈഡിലും മുഴുവൻ വിൻഡോ, എല്ലാ സൈഡും വിൻഡോ. സാധാരണ ഒരു വീട്ടില് ഫുൾ ഹൈറ്റ് ആണ്. ഫ്രണ്ട് സൈഡിൽ മാത്രമേ ഉള്ളൂ. കാരണം ഇതൊന്നും വ്യൂ ഇല്ല. പക്ഷെ നമ്മൾ ഇവിടെ എല്ലാം ഇതൊക്കെ സാധാരണ ക്ലാസ് പറഞ്ഞില്ല, അത് ഇതാണ്. സാറ് പറഞ്ഞിരുന്നത് എന്നോട് ഈ ജനല് ഈ കോർണറിലെ ചുമര് വേണ്ട, എനിക്ക് ഫുള്ള് ജനല് വേണമെന്നാ പറഞ്ഞത്. ഓക്കെ, മാക്സിമം വെളിച്ചൊക്കെ വരട്ടെ. ഇതിനകത്ത് വേറെ കാര്യങ്ങളുണ്ട്. 4 ഇഞ്ചിലാണ് നമ്മള് ചുമര് മുഴുവൻ പണിതിരുന്നത് അല്ലേ? അപ്പൊ 4 ഇഞ്ചിന്റെ സൈസ് ഇവിടെ വിൻഡോ ഫ്രെയിമിൽ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അത് മാത്രമല്ല അതിനകത്ത് കമ്പി കുറേ ഉണ്ട്, 7 8 കമ്പി ഇട്ടിട്ടുണ്ട്. സ്ട്രെങ്ത് വേണ്ടിയാണ് ആ കോർണർ. അതൊരു കോർണർ പില്ലർ ആയിട്ടാണ് പോയിരിക്കുന്നത്. സാധാരണ ഒരു വീടും പില്ലറിലും ചെയ്യുമ്പോൾ ഇവിടെ ബ്രിക്സ് വരണം. ബ്രിക്സ് ലോഡൊന്നും വരുന്നില്ല. അതിന് പകരം നമ്മളോട് വെന്റിലേഷൻ കൊടുത്തു മാത്രം. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഇതിന്റെ ചെലവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ കുറെ പൈസ എറിഞ്ഞിട്ടുള്ള പരിപാടിയല്ല. അല്ലല്ല, വളരെ വളരെ എക്കണോമിക്കലാണ്. എക്കണോമിക്കലാണ്. അപ്പൊ കോൺക്രീറ്റ് വീട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ടെൻഷൻ ഉണ്ട്. ഇവിടെ റൂമും കൂടെ ഉണ്ടല്ലോ അല്ലേ? 3 ബെഡ്റൂം താഴെ അതേ സൈസ് തന്നെ. ഇതിലിപ്പോ ഈ റൂമിൽ മാത്രമേ ഉള്ളൂ, സെയിം ബിൽഡിംഗിൽ മാത്രമായിട്ട് ഇത്രയും വലിയൊരു ജനൽ വന്നിരിക്കുന്നത്. എല്ലാം വലിയ 4 ഇഞ്ചിന് തന്നെയാണ് അതൊക്കെ ചെയ്തിട്ടുണ്ട്. 4 ഇഞ്ച് തന്നെ. ഇതിന്റെ നേരെ ബാക്ക് സൈഡിലാണ് നിങ്ങൾ ഇപ്പൊ കിച്ചണിൽ ഷൂട്ട് ചെയ്തപ്പോ അതിലുള്ള കബോർഡ്. അപ്പോ ഇവിടെ ബാത്റൂമും ഇതിനകത്ത് എല്ലാം കോൺക്രീറ്റിൽ തന്നെ. നിങ്ങൾ തന്നെ അത് പ്ലംബിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തത്? എല്ലാ ചേട്ടനാണ് ചെയ്തത്. നമ്മള് സാറിന്റെ നെയ്ബർ ആണ് ഇതിന്റെ ഫുൾ ഇലക്ട്രിക്കൽ വർക്കും. ആ നെയ്ബർ സാറാണ് എനിക്ക് ആളെ കണക്ട് ചെയ്ത് തന്നത്. ഈ വീടിന് ശേഷം ഇപ്പൊ നമ്മള് ഈ 4 ജില്ലകളിൽ മൊത്തം ഐശ്വര്യനാണ് എല്ലാ വർക്കും. ഒരാൾക്കൊരു ഫീൽഡ് ഇവിടെ മറ്റൊരു റൂം കൂടെ ഉണ്ടല്ലോ. എത്ര റൂമാ? 4 റൂമാണ്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതാണ് സാറിന്റെ ബെഡ്റൂം. നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ലക്ഷറി എന്ന് പറയുമ്പോ ഈ കട്ടിലൊക്കെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇവിടെ തേക്കിലുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷറി തന്നെയാണ്. പക്ഷെ ഇത് സാർ എവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത് ചോദിച്ചോക്ക്. ഇത് സിലിഗുരിയിൽ അവിടുന്ന് ഞാൻ അവിടെ ജോലി ചെയ്ത ഭാഗമായിട്ട് അവിടെ കോണ്ടാക്ട് അവിടെ കൈക്കൊത്താണ് മൊത്തം. നല്ല വർക്കാണ് അല്ലേ? തേക്ക്, പ്യൂർ തേക്ക്. സൈഡിലൊക്കെ വർക്ക് ഉണ്ട് കേട്ടോ. ഇതേപോലത്തെ ഒരു കട്ടിൽ ഇന്ന് ഇവിടെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റൂം ചെലവാക്കേണ്ട പൈസ പറയണ്ട. പക്ഷെ ഈ വീടിന്റെ ചെലവ് പറയണം എന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര രൂപ കോസ്റ്റ് വന്നു? ഞാൻ മൊത്തത്തിൽ പറയുന്നതിനേക്കാൾ നല്ല ഇവർക്ക് കൊടുത്ത് എത്രയാണെന്ന് പറയുന്നത് നല്ലത്. അതൊരു 34 ലക്ഷം രൂപ കൊടുത്തു. ഈ 3000 സ്ക്വയർ ഫീറ്റ് 34 ലക്ഷം രൂപയ്ക്ക് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ബൈ എനിബഡി എൽസ്. വേറൊരാളിനെ കൊണ്ട് പോസിബിൾ അല്ല. അതാ പറയുന്നത് നോക്കണം. ഈ വീട് ഇങ്ങനെ ആവുന്ന മുൻപേ കണ്ട് ബേസ്മെന്റ് സാറിട്ട് തന്നു. അതിന്റെ മോളിക്കുലി സ്ട്രക്ചർ ഇൻക്ലൂഡിങ് ഈ എല്ലാ വിൻഡോസും ഫ്രെയിമും എല്ലാം ഔട്ട് സൈഡ് പ്ലാസ്റ്ററിങ്, ഇൻസൈഡ് ജിപ്സം പൊട്ടി. ഇത്രയും ചെയ്തതിനാണ് സാറിന്റെ ഞങ്ങള് 1000 എമൗണ്ട് വരുന്നത്. അത് ഒരിക്കലും പോസിബിൾ അല്ല. ഞാൻ സാറിനോട് പറഞ്ഞിരുന്നതാണ്. അന്നത്തെ നമ്മളൊരു ബുക്കിംഗ് റേറ്റ് തന്നെ കമ്മിയായിരുന്നു. നമ്മൾ 2ാമത്തെ വീഡിയോയിലാണ് സാർ ബുക്ക് ചെയ്യണത്. പക്ഷെ ഇത്രയും വലിയൊരു വെന്റിലേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ സാറിനോട് സംസാരിച്ചു. സാർ ഇത് എനിക്ക് ഒരിക്കലും ഇതാവില്ല. അപ്പോൾ ആള് നഷ്ടപ്പെടാത്തൊരു തുക പറയാൻ പറഞ്ഞു. ആ നഷ്ടപ്പെടാത്ത തുകയാണത്. 0. അതായത് ലാഭം എന്ന് പറയണതില്ല. ഇതിന്റെ ലാഭം എന്ന് പറയണത് ഈ വീട് വെച്ചിട്ടാണ് ബാക്കിയുള്ള വർക്കുകൾ കിട്ടിയത്. അത് അന്നും പറഞ്ഞിരുന്നു ഇതാണ് നമ്മളെ വലിയ വീട്. ഇപ്പൊ ഇതിനേക്കാൾ വലുത് നമ്മൾ ചെയ്യുന്നുണ്ട്. 4000 സ്ക്വയർ ഫീറ്റ് ഇപ്പൊ നമ്മള് വയനാട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ വീടുകൾ, വലിയ വീടുകൾ ഇതേപോലെ സാറിനെ പോലത്തെ ആൾക്കാർ ധൈര്യമായിട്ട് തരുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നോർമൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് എല്ലാതും നമുക്ക് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. 1000 സ്ക്വയർ ഫീറ്റിൽ വീട്ടിൽ നമുക്ക് എലിവേഷനിലോ അതിന്റെ ഉള്ളിലെ റൂംസിലോ ഈവൻ ഇതുണ്ട്. ഒരു ബെഡ് ഇട്ടിട്ട് എത്ര സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ബെഡ്റൂമിന് വലിപ്പം കാണും, ബാത്റൂമിന് വലിപ്പം വേണം, കബോർഡിന് സ്പേസ് വേണം. അപ്പൊ വലിയ വീടുകൾ തരുമ്പോഴാണ് നമുക്ക്
ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ സാറ് നേരത്തെ പിന്നെ പറഞ്ഞ ഈ പോലെ അത്രയും ധൈര്യമായിട്ട് തന്നത്. അല്ല ഇപ്പൊ ഞാൻ ഒരു പോയിന്റ് കൂടെ പറയണം. അപ്പൊ സാർ പറഞ്ഞു ആ ബഡ്ജറ്റ്, പക്ഷെ ഇപ്പൊ മെറ്റീരിയൽസിന് വീണ്ടും കൂടി, ലാബേഴ്സ് കൂടി, ഒക്കെ റേറ്റുകൾ മാറിക്കൊണ്ടേ ഇരിക്കും. അപ്പൊ നിങ്ങൾ ഇനി വീട് ചെയ്യുമ്പോൾ ആ ഒരു ടൈമിൽ, പർട്ടിക്കുലർ ടൈമിൽ ഒരു കൊട്ടേഷൻ എടുക്കാണ് വേണ്ടത് അല്ലേ? അല്ലാതെ ഓരോ റേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ വളരെയധികം നന്ദി സാർ, ഈ ഒരു വീട് ഇതുപോലെ ഒന്ന് പരിചയപ്പെടുത്താൻ സാധിച്ചത്. അതുപോലെ മനോജേട്ടന്റെ മറ്റൊരു വർക്കാണ്, ഇനിയും നമ്മൾ ഒരുപാട് വർക്കുകൾ കാണുന്നുണ്ട് അല്ലേ? അതെ.